ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ്, ദെൻ റെസിപ്റ്റ് എന്താണ്, പേയ്മെന്റ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, ദെൻ അതിനുശേഷം how to prepare receipt and payment account അല്ലേ, receipt and payment accountന്റെ സ്റ്റെപ്സ്, ദെൻ അതിന്റെ ഫോർമാറ്റ് അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. സോ അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ പാടില്ല. അതില് ഒന്നാമത്തെ കാര്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ്. ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാലോചിക്കുക. ദെൻ പിന്നെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ്. സോ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സും നിങ്ങൾ മറക്കാൻ പാടില്ല. ഒന്ന് ഓർത്ത് നോക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഷേപ്പിലാണ് വരയ്ക്കേണ്ടത്. രണ്ട് സൈഡ് ഉണ്ടാവും അല്ലെ, റെസിപ്റ്റ് സൈഡ്, പേയ്മെന്റ് സൈഡ്. പിന്നെ രണ്ട് സൈഡിലും ഒരു എമൗണ്ട് കോളം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഫോർമാറ്റിൽ ഉണ്ടാവുക. ദെൻ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ സ്റ്റെപ്സ് ആണ്. ദെൻ സ്റ്റെപ്പിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാഷിന്റെയോ ബാങ്കിന്റെയോ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് റെസിപ്റ്റ് സൈഡിലേക്ക് കാണിക്കുക. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസോ ആണെങ്കിൽ അത് പേയ്മെന്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസീപ്റ്റ്സ് വേഗം റെസീപ്റ്റ് സൈഡിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യന്റെ അകത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള റെസീപ്റ്റ്സ് പിക്ക് ചെയ്തിട്ട് എവിടേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, റെസീപ്റ്റ് സൈഡിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ദെൻ ഏതെങ്കിലും റെസീപ്റ്റ്സ് കറണ്ട് ഇയർ, പ്രിസീഡിംഗ് ഇയർ, സക്സീഡിംഗ് ഇയർ ഇങ്ങനെ 3 വർഷത്തെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് മൂന്നും ഇന്നർ കോളത്തിൽ ഇട്ടിട്ട് ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഔട്ടർ കോളത്തിലേക്ക് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ്, ക്വസ്റ്റ്യന്റെ അകത്ത് ബാലൻസ് ഉള്ള പേയ്മെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് എടുക്കുക, പേയ്മെന്റ് സൈഡിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ദെൻ പേയ്മെന്റ്സ് എടുക്കുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. കറണ്ട് ഇയർ, പ്രിസീഡിംഗ് ഇയർ, സക്സീഡിംഗ് ഇയർ ഇങ്ങനെ 3 വർഷത്തെ പേയ്മെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പേയ്മെന്റിന്റെ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നർ കോളത്തിലിട്ട് ടോട്ടൽ ചെയ്തതിന് ശേഷം മാത്രമേ പേയ്മെന്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ എടുക്കാൻ പാടുള്ളൂ. ദെൻ ഇത് തേർഡ് സ്റ്റെപ്പ് ആണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യന്റെ അകത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ വായിക്കുന്ന സമയത്ത് അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് ഓരോ ഐറ്റംസും കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് gives you the following details. Prepare receipt and payment account for the year ended 31/12/2018. അല്ലെ, 2018 വർഷത്തെ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം നമുക്ക്. അല്ലെ, ക്യാഷ് ഇൻ ഹാൻഡ്, അതിന്റെ ബ്രാക്കറ്റിൽ ഒരു ഡേറ്റ് ഉണ്ട്. ഡേറ്റ് ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ഡേറ്റ് ആണ്. സോ ക്യാഷ് ഇൻ ഹാൻഡ് 5,000 ആണ്. നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ദെൻ ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് 20,000 ആണ്. ദെൻ ഡൊണേഷൻ റിസീവ്ഡ് 10,000. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലെ 3,000. ശ്രദ്ധിക്കുക, ഡൊണേഷൻ റിസീവ്ഡ് എന്ന് പറയുന്നുണ്ട്, ദാറ്റ് ഇസ് റെസിപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നുണ്ട്, റെസിപ്റ്റ് ആണ്. എത്രയാ? 3,000. നെക്സ്റ്റ് പെയ്ഡ് ഇൻഷുറൻസ്, പെയ്ഡ് എന്നവിടെ പറയുന്നുണ്ട്, പേയ്മെന്റ് ആണ്. എന്താണ്? 2,000 rupees ആണ് എമൗണ്ട്. നെക്സ്റ്റ് പർച്ചേസ്ഡ് ഫർണിച്ചറിന്റെ എമൗണ്ട് 15,000 ആണ്, ദാറ്റ് ഈസ് എ പേയ്മെന്റ്. നെക്സ്റ്റ് പോസ്റ്റേജ് 200, നമുക്കറിയാം പോസ്റ്റേജ് ഇസ് എ പേയ്മെന്റ്. നെക്സ്റ്റ് പർച്ചേസ് ഓഫ് മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്ന ചെലവ്, ദാറ്റ് ഈസ് എ പേയ്മെന്റ്. എത്ര എമൗണ്ട്? 4,000. നെക്സ്റ്റ് എൻട്രൻസ് ഫീസ് എത്രയാ? 1,000. ഇറ്റ് ഇസ് എ റെസിപ്റ്റ്, അതൊരു റെസിപ്റ്റ് ആണ്. നെക്സ്റ്റ് എൻഡോമെന്റ് ഫണ്ട് റെസിപ്റ്റ് എത്രയാ? 5,000. അവിടെ റെസിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ എത്രയാ? 20,000. അതൊരു റെസിപ്റ്റ് ആണ്. നെക്സ്റ്റ് റെന്റ് ഫ്രം ഓഡിറ്റോറിയത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ റെന്റ് ആണ്. എത്ര എമൗണ്ട്? 1,500. ഇറ്റ്സ് എ റെസിപ്റ്റ്. സാലറി പെയ്ഡ് എത്രയാ? 3,000. സാലറി പെയ്ഡ് 3,000 ആണ്. പെയ്ഡ് എന്ന് അവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഇസ് എ payment. The next honorarium to secretary എത്രയാ? 4,000. It is a payment. The next loans and advances given എന്നാണ് പറഞ്ഞത്, നമ്മൾ കൊടുത്തതാണ്. ഇറ്റ് ഈസ് എ പേയ്മെന്റ്. എത്ര എമൗണ്ട്? 4,000. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലെ, ആ
ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർമാറ്റ് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണം. നമുക്കറിയാം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടി ഷേപ്പിലാണ് വരയ്ക്കുക അല്ലെ. ദെൻ രണ്ട് സൈഡ് ഉണ്ടാവും അല്ലെ. ഏതൊക്കെയാ നമുക്കറിയാം, റെസീപ്റ്റ് സൈഡ് അല്ലെ, ദെൻ രണ്ടാമത്തെ സൈഡ് പേയ്മെന്റ് സൈഡ് ആണ്. അപ്പോ നമ്മൾ ഇവിടെ ഹെഡിങ് കൊടുക്കുമ്പോ റെസീപ്റ്റ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക, റെസീപ്റ്റ്, ദെൻ പിന്നെ ഒരു എമൗണ്ട് കോളം, അതേപോലെ തന്നെ ഇവിടെ ഒരു ഹെഡിങ് കൂടെ കൊടുക്കുക പേയ്മെന്റ്, ദെൻ അതേപോലെ തന്നെ ഒരു എമൗണ്ട് കോളം കൂടെ. ഓക്കെ, സോ ഇതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ദെൻ ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ മുകളിൽ ഒരു ഹെഡിങ് കൂടെ കൊടുക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എഴുതുമ്പോ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ രീതിയിൽ ഹെഡിങ് കൊടുക്കുക. ക്വസ്റ്റ്യന്റെ അകത്ത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പേരുണ്ടാവും. ആ പേരും കൂടെ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ കൂടെ ഹെഡിങ് ആയിട്ട് കൊടുത്തുവിടുക. ദെൻ ഇതാണ് നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഓക്കെ, ദെൻ നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ളതിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 5 സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ക്വസ്റ്റ്യന്റെ അകത്ത് ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷിന്റെയോ ബാങ്കിന്റെയോ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. തന്നിട്ടുണ്ടെങ്കിൽ അത് റെസീപ്റ്റ് സൈഡിൽ കാണിക്കുക. എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രണ്ട് ബാലൻസിന്റെ ഓവർ ഡ്രാഫ്റ്റ് ആണ് തന്നതെങ്കിൽ അത് പേയ്മെന്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ തന്ന ക്വസ്റ്റ്യനിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ തന്ന ക്വസ്റ്റ്യന്റെ അകത്ത് ക്യാഷിന്റെയോ ബാങ്കിന്റെയോ ഓപ്പണിംഗ് ബാലൻസ് ഇത് നോർമൽ ആണ്, ഓവർ ഡ്രാഫ്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ അത് എവിടേക്ക് എടുക്കുക, റെസീപ്റ്റ് സൈഡിലേക്ക് എടുക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഇവിടെ എഴുതുക. ദെൻ എഴുതിയതിനു ശേഷം ക്യാഷിന്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണെന്ന് നോക്കുക. എത്രയാ? 5000 ആണ്. ഇന്നർ കോളത്തിൽ 5000 കാണിക്കും. ദെൻ രണ്ടാമത്തത് ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ. സോ ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 20,000 ആണ്. ആ 20,000 ഇന്നർ കോളത്തിലേക്ക് എടുക്കുക. ദെൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 25,000 ആണ്. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഞാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരുപാട് റെസീപ്റ്റ്സ് ഉണ്ടാവും. ആ റെസീപ്റ്റ്സ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് 1 by 1 ആയിട്ട് എടുക്കുക. അത് നേരെ റെസീപ്റ്റ് സൈഡിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും റെസീപ്റ്റ്സിന്റെ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഏതെങ്കിലും റെസീപ്റ്റ്സിന്റെ കറണ്ട് ഇയറോ പ്രിസീഡിംഗ് ഇയറോ സക്സീഡിംഗ് ഇയറോ ഇങ്ങനെ ഏതെങ്കിലും ഒരു വർഷത്തെ എമൗണ്ട് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് മൂന്നും അതേപോലെ തന്നെ ഇന്നർ കോളത്തിലിട്ട് എടുത്തതിന് ശേഷം ടോട്ടൽ ചെയ്തതിന് ശേഷം മാത്രമേ ഔട്ടർ കോളത്തിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമുക്കിവിടെ ഏതൊക്കെയാണ് റെസീപ്റ്റ്സ് ഏതൊക്കെയാണ് പേയ്മെന്റ്സ് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ റെസീപ്റ്റ്സ് മാത്രം ഇപ്പൊ എടുക്കാം. ഓക്കെ, അപ്പൊ റെസീപ്റ്റ്സില് ഒന്നാമത്തെ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ റിസീവ്ഡ് ആണ് അല്ലെ. നമുക്കറിയാം ഡൊണേഷൻ റിസീവ്ഡ് എന്നാണ് പറയുന്നത്. അപ്പൊ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റെസീപ്റ്റ് ആണ്. സോ ഇവിടെ എഴുതാ ഡൊണേഷൻ റിസീവ്ഡ്. ഡൊണേഷൻ റിസീവ്ഡ്. ഡൊണേഷൻ റിസീവ്ഡ് എമൗണ്ട് 10,000 ആണ്. ഡൊണേഷൻ റിസീവ്ഡിന്റെ എമൗണ്ട് 10,000 ആണ്. വേഗം എമൗണ്ട് കോളത്തിൽ 10,000 കാണിക്കാം. ദെൻ അതിനുശേഷം അടുത്ത റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് അല്ലെ. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡിന്റെ എമൗണ്ട് എത്രയാ? ഇൻട്രസ്റ്റ് റിസീവ്ഡിന്റെ എമൗണ്ട് 3,000 ആണ്. ദെൻ അടുത്ത ഐറ്റം ശ്രദ്ധിക്കുക, അടുത്തത് പെയ്ഡ് ഇൻഷുറൻസ് ആണ്. അത് പേയ്മെന്റ് ആണ്. അതിപ്പോ എടുക്കേണ്ട, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനുള്ള കാര്യമാണ്. ദെൻ പർച്ചേസ് ഫർണിച്ചർ പേയ്മെന്റ് ആണ്. പോസ്റ്റേജ് പേയ്മെന്റ് ആണ്. പർച്ചേസ് ഓഫ് മെഡിസിൻ പേയ്മെന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ് നമുക്കറിയാം റെസീപ്റ്റ് ആണ്. നമ്മൾ പഠിച്ച റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് റെസീപ്റ്റ് സൈഡിലാണ് കാണാം. സോ എൻട്രൻസ് ഫീസ് റെസീപ്റ്റ് ആണ് അല്ലെ. സോ ഇവിടെ എഴുതാ എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീസ് എത്രയാ? എൻട്രൻസ് ഫീസ് 1000 ആണ്. ആ 1000 എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ദെൻ അടുത്തത് എൻഡോമെന്റ് ഫണ്ട് റെസീപ്റ്റ്. റെസീപ്റ്റ് എന്ന് അവിടെ പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ റെസീപ്റ്റ്. സോ അവിടെ കാണിക്കുക എൻഡോമെന്റ്
ഫണ്ട്, എൻഡോമെന്റ് ഫണ്ട്. എൻഡോമെന്റ് ഫണ്ട് എത്രയാ? എൻഡോമെന്റ് ഫണ്ടിന്റെ എമൗണ്ട് 5000 ആണ്. എൻഡോമെന്റ് ഫണ്ടിന്റെ എമൗണ്ട് 5000 ആണ്. ദെൻ അടുത്ത റെസിപ്റ്റ് സബ്സ്ക്രിപ്ഷൻ ആണ്. സോ അവിടെ എഴുതുക സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് നമുക്കറിയാം, സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് 20,000 ആണ്. 20,000 എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ദെൻ അടുത്തത് റെന്റ് ഫ്രം ഓഡിറ്റോറിയം. നമുക്കറിയാം ഓഡിറ്റോറിയത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ റെന്റ് ആണ് അല്ലെ. ഓഡിറ്റോറിയം നമ്മൾ വാടകയ്ക്ക് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റെന്റ് ആണ്. നമുക്ക് കിട്ടിയ റെന്റ് ആണ്, ഒരിക്കലും നമ്മൾ പേ ചെയ്ത റെന്റ് ആണെന്ന് വിചാരിക്കരുത്. നമുക്ക് കിട്ടിയ റെന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ റെസീപ്റ്റ്. അപ്പൊ ഇവിടെ എഴുതാം റെന്റ് ഫ്രം ഓഡിറ്റോറിയം അല്ലെ. റെന്റ് ഫ്രം ഓഡിറ്റോറിയത്തിന്റെ എമൗണ്ട് 1500 ആണ്. അത് എമൗണ്ട് കോളത്തിൽ 1500 കാണിക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത ഐറ്റം സാലറി പെയ്ഡ് ആണ്. അത് പേയ്മെന്റ് ആണ്, എടുക്കണ്ട. ദെൻ ഹോണറേറിയം ടു സെക്രട്ടറി പേയ്മെന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ, ഇതൊക്കെ പേയ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ റെസീപ്റ്റ്സ് മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മൂന്നാമത്തെ സ്റ്റെപ്പ് ക്വസ്റ്റ്യന്റെ അകത്ത് തന്ന ഇനി എന്തൊക്കെ പേയ്മെന്റ് ഉണ്ടോ ആ പേയ്മെന്റ് മുഴുവൻ എവിടേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക? പേയ്മെന്റ് സൈഡിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സോ നമുക്ക് നോക്കാം എന്തൊക്കെ പേയ്മെന്റ് ആ ക്വസ്റ്റ്യനിൽ തന്നതെന്ന് നോക്കാം. ആദ്യം തന്ന പേയ്മെന്റ് പെയ്ഡ് ഇൻഷുറൻസ് അല്ലേ. ബാക്കി മുകളിൽ തന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. സോ ഫസ്റ്റ് ഐറ്റംസ് നമുക്ക് എന്താ, ഫസ്റ്റ് ഐറ്റം ആയിട്ട് തന്ന പേയ്മെന്റ് ആണ്. സോ പേയ്മെന്റ് നമ്മൾ ആദ്യം എടുക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, പെയ്ഡ് ഇൻഷുറൻസ് അല്ലെ. പെയ്ഡ് ഇൻഷുറൻസ് ഇതാണ് ആദ്യത്തെ പേയ്മെന്റ്. സോ പെയ്ഡ് ഇൻഷുറൻസ് എത്ര എമൗണ്ട്? 2000 ആണ്. 2000 എന്ത് ചെയ്യുക? അത് വേഗം എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ദെൻ അടുത്ത ഐറ്റം പർച്ചേസ്ഡ് ഫർണിച്ചർ ആണ്. സോ പർച്ചേസ്ഡ് അല്ലെ, ഫർണിച്ചർ അല്ലെ. ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന പേയ്മെന്റ് എക്സ്പെൻസ് ആണ് അല്ലെ. എത്ര എമൗണ്ട്? പർച്ചേസ്ഡ് ഫർണിച്ചർ 15,000 ആണ്. ആ 15,000 എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ദെൻ അടുത്ത പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റേജ് ആണ്. സോ പോസ്റ്റേജ്, ഇപ്പൊ പോസ്റ്റേജ് നമുക്കറിയാം ഒരു പേയ്മെന്റ് ആണ്. പോസ്റ്റേജ് എമൗണ്ട് എത്രയാ? പോസ്റ്റേജ് 200 ആണ്. പോസ്റ്റേജിന്റെ എമൗണ്ട് എത്രയാണ്? 200 ആണ്. ദെൻ അടുത്ത എമൗണ്ട് നോക്കാം നമുക്ക്. അടുത്ത ഏതാണ് പേയ്മെന്റ് നോക്കാം നമുക്ക്. പർച്ചേസ് ഓഫ് മെഡിസിൻ അല്ലെ. പർച്ചേസ് ഓഫ് മെഡിസിൻ, മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന ചെലവാണ് അല്ലെ, പേയ്മെന്റ് ആണ്. സോ പർച്ചേസ് ഓഫ് മെഡിസിൻ എമൗണ്ട് എത്രയാ? 4,000 ആണ്. നെക്സ്റ്റ് എൻട്രൻസ് ഫീസ് ആണ്. എൻട്രൻസ് ഫീസ് നമുക്കറിയാം, നേരത്തെ നമ്മൾ റെസിപ്റ്റ് സൈഡിൽ എടുത്തു കഴിഞ്ഞാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, പേയ്മെന്റ് സൈഡിലേക്ക് വീണ്ടും എടുക്കരുത്. അത് റെസിപ്റ്റ് ആണ്. ദെൻ എൻഡോമെന്റ് ഫണ്ട് റെസിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റ് ആണ്. റെന്റ് ഫ്രം ഓഡിറ്റോറിയം ഓൾറെഡി എടുത്തു കഴിഞ്ഞു, റെസിപ്റ്റ് ആണ്. ദെൻ അടുത്തത് സാലറി പെയ്ഡ് എന്ന് പറയുന്നുണ്ട്. സാലറി നമുക്കറിയാം ഇസ് എൻ എക്സ്പെൻസ് ഓർ പേയ്മെന്റ് അല്ലെ. സോ ഇവിടെ എഴുതാം നമുക്ക് സാലറി പെയ്ഡ്. എത്രയാ സാലറി പെയ്ഡ്? 3,000 ആണ്. ആ 3,000 ഇവിടെ കാണിക്കുക, എമൗണ്ട് കോളത്തിൽ കാണിക്കുക. നെക്സ്റ്റ് ഹോണറേറിയം അല്ലെ. സെക്രട്ടറിക്ക് ഹോണറേറിയം കൊടുത്തു അല്ലെ. ഹോണറേറിയം അല്ലെ. ഹോണറേറിയം ടു സെക്രട്ടറി അല്ലെ. ഹോണറേറിയം ടു സെക്രട്ടറി എത്രയാ? സെക്രട്ടറിക്ക് കൊടുത്ത ഹോണറേറിയം 4,000 ആണ്. ആ 4,000 എവിടേക്ക് കാണിക്കുക? എമൗണ്ട് കോളത്തിൽ കാണിക്കുക. നെക്സ്റ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ അല്ലെ. നമ്മൾ ലോൺ കൊടുത്തു, അത് നമുക്ക് എക്സ്പെൻസ് ആണ്. ദാറ്റ് മീൻസ് പേയ്മെന്റ് ആണ് അല്ലെ. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എത്ര എമൗണ്ട്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് 4,000 ആണ്. ആ 4,000 നേരെ നമ്മൾ എവിടേക്ക് എഴുതാ? ദെൻ എമൗണ്ട് കോളത്തിലേക്ക് എഴുതും. ഇത്രയാണ് നമ്മൾ ചെയ്തത് അല്ലെ. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ഓക്കെ ആയാൽ മാത്രം നമുക്ക് ഇനി അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ ശ്രദ്ധിക്കുക, ഞാൻ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യം ചെയ്തത് ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്തത് റെസിപ്റ്റ്സ് മുഴുവൻ റെസിപ്റ്റ് സൈഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്തത് പേയ്മെന്റ്സ് മുഴുവൻ പേയ്മെന്റ് സൈഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തു അല്ലെ. ദെൻ 4ാമത്തെ സ്റ്റെപ്പ് നമുക്കറിയാം, അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കണ്ട. ഈ ക്വസ്റ്റിനിൽ നമുക്ക് എന്തില്ല? അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല, അതുകൊണ്ട് എടുക്കണ്ട. ഓക്കെ, ദെൻ ഉണ്ടെങ്കിലും എടുക്കരുത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? അഡ്ജസ്റ്റ്മെന്റ് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ 4 സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. 5ാമത്തെ സ്റ്റെപ്പ് നമുക്കറിയാം ബാലൻസ് ചെയ്യണം അല്ലെ. അപ്പൊ ബാലൻസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് അറിയാം, കാരണം നമ്മൾ +1 പഠിച്ചതാണ്. ഏത് സൈഡിലാണോ ടോട്ടൽ ഫിഗർ കൂടുതലുള്ളത് അത് ആദ്യം ടോട്ടൽ ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് റെസീപ്റ്റ് സൈഡ് ആണ്, ഇത് പേയ്മെന്റ് സൈഡ് ആണ്. രണ്ട് സൈഡും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഏത് സൈഡാണ് കൂടുതൽ, റെസീപ്റ്റ് സൈഡ് ആണ് കൂടുതൽ, അല്ലെ? അപ്പൊ നമ്മൾ റെസീപ്റ്റ് സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യുക. റെസീപ്റ്റ് സൈഡിലുള്ള ഐറ്റംസ് മുഴുവൻ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 65,500 കിട്ടും, അല്ലെ? 65,500. ഓക്കെ, ആ സൈഡ് ടോട്ടൽ ചെയ്തിട്ട് എഴുതുക. ദെൻ അതിനുശേഷം ഈ എമൗണ്ട് പേയ്മെന്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ദെൻ പേയ്മെന്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അല്ലെ? പേയ്മെന്റ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഈ എമൗണ്ട് ദെൻ പേയ്മെന്റ്സ് മൈനസ് ചെയ്യുക. ഈ എമൗണ്ടിൽ നിന്ന് പേയ്മെന്റ്സ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. പേയ്മെന്റ്സ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 33,300 ആണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്ലോസിംഗ് ബാലൻസ്. സോ ബാലൻസ് ദെൻ ക്യാരി ഡൗൺ. ദെൻ ഇവിടെ എഴുതുക, ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയതിനു ശേഷം അതിന്റെ ബ്രാക്കറ്റിൽ ക്യാഷ് എന്ന് കാണിക്കും. ഓക്കെ, ഇത്രയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രൊസീജിയർ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മളിപ്പോ ചെയ്തത്. ദെൻ സോൾവ് ചെയ്ത ആൻസർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഇനി നമ്മൾ ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യും. ആ ഡിസ്പ്ലേ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, പറയുന്ന ഐറ്റംസ് ഒക്കെ നന്നായിട്ട് നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഫോർ KFA Club for the year ended 31st March 2017 were bank charges 200, general expense 1000, entrance fees 2000, donation for club pavilion 10,000, then purchase of furniture 800, construction of pavilion 8,000, then tax 600, salary 3,500, then membership fees 500, subscription 3,500, insurance 2,000, rent received 6,000. ഓക്കെ, ഇതിന് താഴെ നമുക്കൊന്ന് ശ്രദ്ധിക്കുക. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാഷിന്റെയും ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്കിന്റെ മാത്രം ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്തിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തിന്റെ ക്ലോസിംഗ് ബാലൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തിന്റെ ക്ലോസിംഗ് ബാലൻസ് അവിടെ കണ്ടുപിടിക്കേണ്ടത്, ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. സോ നമുക്ക് ആൻസറിലേക്ക് പോകാം. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യന്റെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമുക്ക് അറിയാം, അല്ലെ? ടി ഷേപ്പിലാണ് വരയ്ക്കുക. നേരത്തെ വരച്ചതുപോലെ തന്നെ ടി ഷേപ്പിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരയ്ക്കുക. ദെൻ റെസീപ്റ്റ് സൈഡ് പേയ്മെന്റ് സൈഡ് മാർക്ക് ചെയ്യുക. നമുക്കറിയാം റെസീപ്റ്റ് സൈഡ്, അല്ലെ? അപ്പൊ ഇവിടെ റെസീപ്റ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക. ദെൻ എമൗണ്ട് കോളം വേണം. അതേപോലെ തന്നെ നെക്സ്റ്റ് പേയ്മെന്റ് സൈഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പേയ്മെന്റ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക. ദെൻ എമൗണ്ട് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഹെഡിങ് കൊടുത്തിട്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് KFA Club. KFA ക്ലബിന്റെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. സോ നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യന്റെ അകത്ത് ക്യാഷിന്റെയും ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ റെസീപ്റ്റ് സൈഡിൽ എടുക്കുക. എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് അല്ല തന്നത്. സോ എടുക്കേണ്ടത് റെസീപ്റ്റ് സൈഡിലേക്കാണ് എടുക്കേണ്ടത്. അപ്പൊ ക്യാഷിന്റെയും ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എടുക്കുക. ദെൻ ആദ്യം ഹെഡിങ് കൊടുക്കുക,
ഓപ്പണിംഗ് ബാലൻസ് റെസീപ്റ്റ് സൈഡിൽ നമ്മൾ ഹെഡിങ് കൊടുത്തു ഓപ്പണിംഗ് ബാലൻസ് അല്ലെ. ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യന്റെ അകത്ത് ഉണ്ടാവും അല്ലെ. എത്രയാ 2000 ആണ്. ആ 2000 ഇന്നർ കോളത്തിൽ കൊടുക്കുക. ദെൻ ബാങ്കിന്റെ ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യന്റെ അകത്ത് തന്നിട്ടുണ്ട്. എത്രയാ 2800 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4800 അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഓർക്കുക, റെസീപ്റ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, സോ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റെസീപ്റ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ആ റെസീപ്റ്റ്സ് മാത്രം പിക്ക് ചെയ്തിട്ട് റെസീപ്റ്റ് സൈഡിലേക്ക് കാണിക്കാം. നോക്കാം നമുക്ക് ക്വസ്റ്റിന്റെ അകത്ത് എന്തൊക്കെയാണ് റെസീപ്റ്റ്സ് എന്ന് അല്ലെ. ഒന്നാമത്തത് ബാങ്ക് ചാർജ് ആണ്. നമുക്കറിയാം ബാങ്ക് ചാർജ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. ദാറ്റ് മീൻസ് പേയ്മെന്റ് ആണ്. അപ്പൊ പേയ്മെന്റ് നമുക്ക് റെസീപ്റ്റ് സൈഡിലേക്ക് എടുക്കാൻ പാടില്ല. ദെൻ അടുത്തത് ജനറൽ എക്സ്പെൻസ് ആണ്, പേയ്മെന്റ് ആണ് അല്ലെ. എൻട്രൻസ് ഫീസ് നമുക്കറിയാം റെസീപ്റ്റ് ആണല്ലേ. നമ്മൾ പഠിച്ച ഫോർമാറ്റിൽ ഉണ്ടായിരുന്നു എൻട്രൻസ് ഫീസ്. സോ എൻട്രൻസ് ഫീസ് റെസീപ്റ്റ് സൈഡിലേക്ക് കാണിക്കുക. എൻട്രൻസ് ഫീസ് അല്ലെ. എൻട്രൻസ് ഫീസിന്റെ എമൗണ്ട് എത്രയാ? എൻട്രൻസ് ഫീസിന്റെ എമൗണ്ട് 2000 ആണ്. എൻട്രൻസ് ഫീസിന്റെ എമൗണ്ട് 2000 ആണ്. നെക്സ്റ്റ് ഡൊണേഷൻ ഫോർ ക്ലബ് പവലിയൻ. നമുക്കൊരു ഡൊണേഷൻ കിട്ടി അല്ലെ. ക്ലബിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡൊണേഷൻ നമുക്ക് കിട്ടി. നമുക്കറിയാം ഡൊണേഷൻ റെസീപ്റ്റ് ആണ്. സോ ഡൊണേഷൻ എവിടേക്ക് കാണിക്കുക? നമ്മള് റെസീപ്റ്റ് സൈഡിലേക്ക് കാണിക്കുക. ദെൻ ഡൊണേഷൻ അല്ലെ. ഡൊണേഷൻ ഫോർ ക്ലബ് പവലിയൻ അല്ലെ. എത്ര നമുക്ക് ഡൊണേഷൻ നമുക്ക് കിട്ടിയത്? ഡൊണേഷൻ കിട്ടിയത് 10,000 ആണ്. സോ എമൗണ്ട് കോളത്തിൽ 10,000 കാണിക്കുക. നെക്സ്റ്റ് ഐറ്റം പർച്ചേസ് ഓഫ് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി വന്ന ചെലവാണ്. സോ ഇറ്റ് ഈസ് എ പേയ്മെന്റ്. സോ അത് പേയ്മെന്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഐറ്റം കൺസ്ട്രക്ഷൻ ഓഫ് പവലിയൻ. ദാറ്റ് മീൻസ് പവലിയൻ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ചെലവായ എമൗണ്ട് ആണ്. സോ ഇറ്റ് ഈസ് എ പേയ്മെന്റ് അല്ലെ. നെക്സ്റ്റ് ഐറ്റം ടാക്സ് ആണ്. നമുക്കറിയാം ടാക്സ് എന്ന് പറയുമ്പോൾ പേയ്മെന്റ് ആണ്. പേയ്മെന്റ് സൈഡിലാണ് എടുക്കേണ്ടത്, റെസീപ്റ്റ് സൈഡിലേക്ക് എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ഐറ്റം സാലറി, പേയ്മെന്റ് ആണ്. നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? സാലറി അല്ലെ. നെക്സ്റ്റ് ഐറ്റം മെമ്പർഷിപ്പ് ഫീസ്. നമുക്കതൊരു റെസീപ്റ്റ് ആണ്. സോ റെസീപ്റ്റ് സൈഡില് മെമ്പർഷിപ്പ് ഫീസ് അല്ലെ. മെമ്പർഷിപ്പ് ഫീസ് കാണിക്കുക. എത്രയാ മെമ്പർഷിപ്പ് ഫീസ്? മെമ്പർഷിപ്പ് ഫീസ് 500 ആണ്. ആ 500 എവിടേക്ക് കാണിക്കുക? റെസീപ്റ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ, ഒരു റെസീപ്റ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ എത്ര എമൗണ്ട്? 3500 ആണ്. സോ സബ്സ്ക്രിപ്ഷൻ അല്ലെ. സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എത്രയാ? സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് 3500 ആണ്. അത് ഇന്നർ കോളത്തിലേക്ക് കാണിക്കാതെ നേരെ ഔട്ടറിലേക്ക് തന്നെ കാണിക്കുക. നെക്സ്റ്റ് ഇൻഷുറൻസ് നമുക്കറിയാം അത് പേയ്മെന്റ് ആണ്. സോ പേയ്മെന്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഐറ്റം റെന്റ് റിസീവ്ഡ് ആണ് അല്ലെ. അവിടെ പറയുന്നുണ്ട് റിസീവ്ഡ്. സോ ഇറ്റ് ഈസ് എ റെസീപ്റ്റ്. സോ റെസീപ്റ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. റെന്റ് റിസീവ്ഡ് അല്ലെ. റെന്റ് റിസീവ്ഡിന്റെ എമൗണ്ട് എത്രയാ? റെന്റ് റിസീവ്ഡിന്റെ എമൗണ്ട് 6000 ആണ്. അപ്പോ എമൗണ്ട് കോളത്തിൽ 6000 കാണിക്കുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്കറിയാം എന്തൊക്കെയാണോ പെൻഡിങ്ങിലുള്ള പേയ്മെന്റ്സ്. നമ്മൾ ഇപ്പൊ എടുത്തത് റെസീപ്റ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി പേയ്മെന്റ്സ് മുഴുവൻ എവിടേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം? പേയ്മെന്റ് സൈഡിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ പേയ്മെന്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ ഉള്ളത് നോക്കാം. നമുക്ക് ഒന്നാമത്തെ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് ചാർജസ് ആണ് അല്ലെ. സോ പേയ്മെന്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ചാർജസ് അല്ലെ. ബാങ്ക് ചാർജസ് എത്ര? ബാങ്ക് ചാർജസ് 200 ആണ്. സോ എമൗണ്ട് കോളത്തിൽ 200 കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് ജനറൽ എക്സ്പെൻസ്. നമുക്കറിയാം ജനറൽ എക്സ്പെൻസ് എന്നവിടെ പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ പേയ്മെന്റ്. സോ പേയ്മെന്റ് സൈഡിൽ കാണിക്കുക ജനറൽ എക്സ്പെൻസ് അല്ലെ. ജനറൽ എക്സ്പെൻസ് എത്ര എമൗണ്ട്? ജനറൽ എക്സ്പെൻസിന്റെ 1000 ആണ്. സോ എമൗണ്ട് കോളത്തിൽ 1000 കാണിക്കുക. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ എൻട്രൻസ് ഫീസ് റെസീപ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി റെസീപ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഡൊണേഷൻ ഫോർ പവലിയൻ, അത് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുമ്പോൾ പർച്ചേസ് ഓഫ് ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി വന്ന ചെലവാണ്. സോ ഇറ്റ് ഈസ് എൻ പേയ്മെന്റ്. പേയ്മെന്റ് ആയതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. പർച്ചേസ് ഓഫ് ഫർണിച്ചർ 800 ആണ്. അപ്പൊ ഇവിടേക്ക് എഴുതാം പേയ്മെന്റ് സൈഡില് പർച്ചേസ് ഓഫ് ഫർണിച്ചർ. എത്രയാ പർച്ചേസ് ഓഫ് ഫർണിച്ചർ വരുന്നത്? 800 ആണ്. സോ 800 എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കുക. നെക്സ്റ്റ് ഐറ്റം കൺസ്ട്രക്ഷൻ ഓഫ് പവലിയൻ. ദാറ്റ് മീൻസ് പവലിയന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ചെലവായ എമൗണ്ട് എത്രയാ? 8000 ആണ് അല്ലെ. സോ അത് എവിടേക്ക് എഴുതാ? കൺസ്ട്രക്ഷൻ അല്ലെ. കൺസ്ട്രക്ഷൻ ഓഫ് പവലിയൻ അല്ലെ. എത്ര എമൗണ്ട്?
എമൗണ്ട് വരുന്നത് 8000 ആണ്. സോ എമൗണ്ട് കോളത്തിൽ 8000 കാണിക്കുക. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ടാക്സ് ആണ്. ടാക്സ് പേയ്മെന്റ് ആണ്, നമുക്കറിയാം. സോ ടാക്സ് അല്ലെ, ടാക്സിന്റെ എമൗണ്ട് എത്രയാണ് വരുന്നത്? 600 ആണ് ടാക്സ് അല്ലെ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ സാലറി ആണ്. സോ സാലറിന്റെ എമൗണ്ട് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. സാലറിന്റെ എമൗണ്ട് എത്രയാണ് വരുന്നത്? 3500 ആണ് സാലറി അല്ലെ. സാലറിന്റെ എമൗണ്ട് 3500 ആണ്. നെക്സ്റ്റ് മെമ്പർഷിപ്പ് ഫീസ് ഓൾറെഡി റെസീപ്റ്റ് സൈഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്ത സബ്സ്ക്രിപ്ഷൻ റെസീപ്റ്റ് സൈഡിൽ എടുത്തു. പിന്നെ അതേപോലെ തന്നെ ഇൻഷുറൻസ് പേയ്മെന്റ് ആണ്. സോ പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ഇൻഷുറൻസ് അല്ലേ, ഇൻഷുറൻസ് എത്ര എമൗണ്ട്? ഇൻഷുറൻസിന്റെ എമൗണ്ട് വരുന്നത് നമുക്ക് വരുന്നത് 2000 ആണ്. സോ 2000 എമൗണ്ട് കോളത്തിൽ കാണിക്കുക. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ റെന്റ് റിസീവ്ഡ് ആണ്. ഓൾറെഡി റെസീപ്റ്റ് സൈഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നെ പേയ്മെന്റ് സൈഡിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയാണ് പേയ്മെന്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ സ്റ്റെപ്പാണ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അഡ്ജസ്റ്റ്മെന്റ്സ് എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, 4 സ്റ്റെപ്പായി. അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇത് ബാലൻസ് ചെയ്യാണ്. നമുക്കറിയാം ബാലൻസ് ചെയ്യാൻ എങ്ങനെയാണല്ലേ, ഏത് സൈഡിലാണ് ടോട്ടൽ ഫിഗർ കൂടുതൽ നോക്കാം അല്ലെ. നമുക്കറിയാം റെസീപ്റ്റ് സൈഡിലാണ് ടോട്ടൽ ഫിഗർ കൂടുതൽ അല്ലെ. അപ്പൊ നമ്മൾ റെസീപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ഈ സൈഡിലെ എമൗണ്ട് മുഴുവൻ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എമൗണ്ട് 26,800 കിട്ടും അല്ലെ. 26,800 അല്ലെ. ആ 26,800 എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുക? പേയ്മെന്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 26,800 എന്നിട്ട് ഈ 26,800 അകത്തു നിന്നും ഈ പേയ്മെന്റ്സ് മുഴുവൻ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗർ 10,700 ആണ്. അറിയാലോ, 10,700 ആണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ കിട്ടിയ ഈ 10,700 എന്താ? ദാറ്റ് ഈസ് എ ക്ലോസിംഗ് ബാലൻസ്. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഹെഡിങ് കൊടുക്കുക, ക്ലോസിംഗ് ബാലൻസ്. ക്ലിയർ? ഇനി ഒരു കാര്യം നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം അവിടെ കാണാൻ പറ്റും. എന്താ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ? നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അവിടെ ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലെ. സോ ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആണല്ലോ. ശ്രദ്ധിക്കുക, ഈ 10,700 ആണ് നമ്മളെ ടോട്ടൽ ക്ലോസിംഗ് ബാലൻസ്. അതിന്റെ അകത്ത് ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് 1,500 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്യാഷ്, ബാങ്ക്. ക്വസ്റ്റ്യന്റെ അകത്ത് എന്താ തന്നത്? ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് അല്ലേ. ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് 1,500 ആണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ടോട്ടൽ ക്ലോസിംഗ് ബാലൻസ് 10,700 ആണ്. ആ 10,700 ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് 1,500 അല്ലേ. സോ ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് 1,500 ആണെങ്കിൽ ഈ 10,700 1,500 മൈനസ് ചെയ്യാം. എത്രയാ? 10,700 നിന്ന് 1,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 9,200 ആണ്. ദാറ്റ് മീൻസ് ആ 9,200 ആണ് ക്യാഷ് ബാലൻസ്. 9,200 ആണ് എന്ത്? ക്യാഷ് ബാലൻസ്. ഓക്കെ ആണോ? സോ ഇത്രയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള പ്രൊസീജിയർ. ശ്രദ്ധിക്കുക, ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ആണ് ഇവിടെ ചെയ്തത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിന്റെ കണ്ടിന്യൂറ്റി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അടുത്ത ടോപ്പിക്കുമായിട്ട്. സോ ബൈ.